بسم الله الرحمن الرحيم قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യഥാവിധി പാലിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തക്കികളായ ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹംബലി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായിരുന്ന അബുൽ ഫറജ് ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥം കിതാബുൽ ഹുമഖാഇ വൽ മുഗഫ്ഫിലീൻ, വിഡ്ഢികളുടെയും അശ്രദ്ധാലുക്കളുടെയും ഗ്രന്ഥം എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരിക്കൽ ഇബ്നുൽ ജൗസി അദ്ദേഹം പള്ളിയിൽ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി വന്നു. ഒരു വിഡ്ഢിയായ മനുഷ്യൻ ഏതാനും ചില അറബി അല്ലാത്ത പേരുകൾ ഉപയോഗിച്ച് അള്ളാഹുവിനോട് തവസ്സുൽ, മധ്യവർത്തിയെ നിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന നടത്തുന്നതായി അദ്ദേഹം കണ്ടു. അതിനിടെ തീരെ കേട്ടുപരിചയമില്ലാത്ത ഒരു പേര് ആ മനുഷ്യൻ ഉച്ചരിച്ച സന്ദർഭത്തിൽ ഇബ്നുൽ ജൗസി അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹാദൽ ഇസ്ം, ഈ പേര് എന്ത് പേരാണ്? അപ്പൊ അയാൾ പറഞ്ഞു, ഹാദ ഇസ്മു ദിഅ്ബ് അല്ലദീ അക്കല യൂസുഫ്, പ്രവാചകൻ യൂസുഫിനെ തിന്ന ചെന്നായുടെ പേരാണ്. ഇത് കേട്ട് പണ്ഡിതനായ ഇബ്നുൽ ജൗസി അദ്ദേഹത്തോട് ചോദിച്ചു, വൈലക് ഇന്ന യൂസുഫ ലം യഅകുലുഹു ദിഅ്ബു, നിനക്ക് നാശമുണ്ടാവട്ടെ, യൂസുഫിനെ ചെന്നായ ഭക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഹാദ ഇസ്മു ദിഅ്ബ് അല്ലദീ ലം യഅകുൽ യൂസുഫ്, ഇത് യൂസുഫിനെ തിന്നാത്ത ചെന്നായുടെ പേരാണ്. ഇത് കേട്ട് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തിരിച്ചുപോയി എന്നാണ് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ പറയുന്ന കഥയുടെ താല്പര്യം. അതിന്റെ അവസാനം വളരെ പ്രസിദ്ധമായ തമാശകളിൽ ഒന്നാണ് ഈ കഥ. ഒരു കളവ് സമൂഹത്തിൽ എത്രമാത്രം പ്രതിലോമപരമായ സ്വാധീനമാണ് ചെലുത്തുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി സാധാരണ അറബികൾ ഉദ്ധരിക്കാറുള്ള ഒരു കഥാശകലമാണിത്. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരന്മാരെ കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. യൂസുഫിന്റെ സഹോദരന്മാർ, അദ്ദേഹത്തിന്റെ ഇഖ്വത്ത്, അദ്ദേഹത്തിനോട് ചെയ്ത അതിക്രമത്തെ കുറിച്ച് ഖുർആൻ വിവരിക്കുന്നു എന്ന് മാത്രമല്ല, പെരും നുണകളുടെ, പച്ചക്കള്ളങ്ങളുടെ മാലപ്പടക്കം തീർത്ത ഒരു ജീവചരിത്രമാണ് ആ സഹോദരന്മാരുടെ ചരിത്രം എന്നുകൂടി ഖുർആൻ വളരെ കൃത്യമായി സൂറത്ത് യൂസുഫിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. സ്വന്തം പിതാവിന്റെ കണ്ണിൽ നോക്കി മുഖത്ത് വന്ന് അദ്ദേഹത്തിന്റെ സന്നിധിയിൽ വന്ന് കളവ് പറയുന്ന ആ സഹോദരന്മാരെ ഖുർആൻ ഉദ്ധരിക്കുന്നു. വഖാലു ഖാലു യാ അബാന
ഇന്നാ ദഹബനാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ. പ്രിയപ്പെട്ട പിതാവേ, ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പക്കലുള്ള ഭാണ്ഡം അത് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചിരുന്നത് യൂസുഫിനെയാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അക്കലഹുദ്ദിബു, അവനെ ചെന്നായ പിടിച്ച് തിന്നുകയാണ് ഉണ്ടായത്. ചെന്നായ പിടിച്ചു എന്ന് പിതാവിന്റെ മുഖത്ത് നോക്കി കളവ് പറയുക മാത്രമല്ല അവർ ചെയ്തത്, ആ നുണയ്ക്ക് കൃത്രിമമായ ചില തെളിവുകളും ചില എവിഡൻസുകളും അവർ ഉണ്ടാക്കി എന്ന് വിശുദ്ധ ഖുർആൻ തുടർന്നു വരുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട്. വജാഉ ബിഖമീസി, അദ്ദേഹത്തിന്റെ കുപ്പായം അവർ കൊണ്ടുവന്നു. വിശുദ്ധമായ ഖുർആൻ അവർ ആ കളവ് പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ച മുഴുവൻ വഴികളെയും ഖുർആൻ ആ ആയത്തിനെ തുടർന്ന് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, ഒരു വൈകുന്നേരം അവർ അവരുടെ പിതാവിന്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് ഈ പരാതി, ഈ ആവലാതി അവർ ബോധിപ്പിക്കുകയാണ്. സഹോദരൻ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ദുമൂഉ തിംസാഹ്, മുതലക്കണ്ണീർ അവർ ഒഴുക്കുന്നതിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കണ്ണുനീരിന് ഒരു പ്രത്യേകതയുണ്ട്, കരച്ചിലിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളവരിലേക്ക് നുണകൾ കടത്തിവിടാൻ കണ്ണുനീരിനേക്കാൾ വലിയ വാഹനം ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് സഹോദരന്മാർ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന് ആ പെരുന്നുണ പറയുന്നത്. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പിതാവിന്റെ അടുക്കൽ വന്ന് യൂസുഫ് നഷ്ടപ്പെട്ട വേദന അവർ പങ്കുവെക്കുകയാണ്. മാത്രമല്ല, ആ നുണ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം മാർഗങ്ങൾ അവർ അവലംബിക്കുന്നുണ്ടോ ആ മാർഗങ്ങളൊക്കെ അവർ പ്രയോഗിക്കുകയാണ്. ഒരു മനുഷ്യന്റെ സഹതാപം പിടിച്ചുപറ്റാൻ, ഒരു മനുഷ്യന്റെ കരുണ പിടിച്ചുപറ്റാൻ, ആർദ്രത പിടിച്ചുപറ്റാൻ കഴിവുള്ള മാക്സിമം കള്ളങ്ങളൊക്കെയും ആ സഹോദരങ്ങൾ യാക്കൂബ് പ്രവാചകന്റെ അടുക്കൽ പറയുന്നതിനെ കുറിച്ച് സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറയുന്നുണ്ട്. വമാ അൻത ബിമുഅ്മിനിൻ ലനാ, എന്നിട്ട് അവർ പറഞ്ഞ ഒരു പ്രയോഗം, താങ്കൾ ഞങ്ങളെ കണക്കിലെടുക്കില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങളെ പണ്ട് മുതലേ അവിശ്വസിച്ചിരുന്ന താങ്കൾ ഇതും വിശ്വാസത്തിൽ എടുക്കില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. വലൗ കുന്നാ സാദിഖീൻ, ഞങ്ങൾ ഇപ്പറഞ്ഞതിൽ ഞങ്ങൾ സത്യം അവലംബിക്കുന്നവരാണ്, ഞങ്ങൾ സത്യസന്ധരാണ്, താങ്കൾ ഞങ്ങളെ അവിശ്വസിച്ചാലും ശരി. ഒരാടിന്റെ രക്തം യൂസുഫിന്റെ വസ്ത്രത്തിൽ പുരട്ടി പിതാവിന്റെ മുമ്പിൽ അവർ തെളിവായി അവതരിപ്പിക്കുകയാണ്. പക്ഷെ ആ വസ്ത്രം കണ്ട മാത്രയിൽ ആ പിതാവ് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് കാര്യം വ്യക്തമായിരുന്നു. വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ്, വ്യാജമായി രൂപപ്പെടുത്തിയ വസ്ത്രവുമായി അവർ യാക്കൂബ് പ്രവാചകന്റെ മുമ്പിൽ കടന്നു വന്നു. അതുകൊണ്ട് തന്നെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സ്വന്തം മകനെ കാത്തു നിൽക്കുന്നത്. പുത്രവിരോഹത്താൽ ദുഃഖിക്കുന്ന ഒരു പിതാവ് ആ സന്ദർഭത്തിൽ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് നടത്തുന്ന പ്രാർത്ഥന, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ ദുഃഖങ്ങളും എന്റെ സങ്കടങ്ങളും എന്റെ മനോവ്യതകളും ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥന സൂറത്ത് യൂസുഫിൽ കാണാം. വിശുദ്ധ ഖുർആൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരന്മാർ നുണ പറയുന്നതും ആ നുണകളെ ഒരാവർത്തിയല്ല പല ആവർത്തിക്കുന്നതിനെ കുറിച്ചും വിശുദ്ധമായ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള സഹോദരങ്ങളുടെ പരിശ്രമങ്ങളെ കുറിച്ചും പരാജയങ്ങളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ ജനങ്ങളിൽ ഇപ്പോഴും യൂസുഫിനെ പിടിച്ച ആ ചെന്നായി തിരയുന്ന ആളുകൾ ഇന്നും സമൂഹത്തിൽ ഉണ്ട് എന്നതാണ് ഇബ്നുൽ ജൗസി പറഞ്ഞു വെച്ച ആ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യൂസുഫിന്റെ സഹോദരന്മാർ പടച്ചു വെച്ച് അവർ പിതാവ് യാക്കൂബിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞ കള്ളം, അത് എത്രമാത്രമാണ് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയത് എന്നതിന്റെ
ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥനാവാചകമായി യൂസുഫിനെ പിടിച്ച ചെന്നായിയുടെ പേരുച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മാത്രം ഒരു മനുഷ്യൻ ആ ചെന്നായിയുടെ പേരിനെ ഉപയോഗപ്പെടുത്തുന്നത് ഇബ്നുൽ ജൗസി കാണുന്നത് അദ്ദേഹം അത് തിരുത്തി കൊടുക്കുന്നത്. സമൂഹത്തിൽ നുണകൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ലോകത്താണ് നമ്മളുള്ളത്. കേവലം നുണകൾ മാത്രമല്ല, നുണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നതോടൊപ്പം അതുവഴി ഉണ്ടായിത്തീരുന്ന പ്രത്യാഘാതങ്ങളുടെ കൂടെയാണ് പലപ്പോഴും സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കളവ് ലോകത്തൊരു സംസ്കാരവും അംഗീകരിച്ചിട്ടില്ല. കളവ് ലോകത്തൊരു പ്രത്യയശാസ്ത്രവും അംഗീകരിക്കുന്നില്ല. ഒരു നാഗരികതയും ഒരു കള്ളങ്ങളെയും വെച്ച് ഉറപ്പിച്ചിട്ടില്ല. മാനവികമായ സാമൂഹികമായ ഒരു ആചാരവും ഒരു നുണയെയും അവർ ഒരു കാരണവശാലും പിന്തുണച്ചിട്ടേ ഇല്ല എന്ന് നാഗരികതകളുടെയും സമൂഹങ്ങളുടെയും ചരിത്രം പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ കളവ് പറയുന്ന വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് എന്ന് അറബികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് എന്ന വ്യക്തി മുഹമ്മദ് റസൂലുള്ളയായി മാറുമ്പോൾ പോലും മുഹമ്മദിന് ഞങ്ങൾ ഇട്ടുകൊടുത്തിരുന്ന അസ്വാദിഖ്, സത്യസന്ധൻ എന്ന പേര്, ആ പേരിൽ ഞങ്ങൾക്ക് ലവലേശം മാറി ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശവാക്യത്തെയാണ് ഞങ്ങൾ എതിർത്തിരുന്നത് എന്ന നല്ല ബോധ്യമുള്ള ആളുകളായിരുന്നു അറേബ്യൻ ജാഹിലിയ്യത്തിലെ അബൂജഹലും അബൂലഹബും അടക്കമുള്ള ആളുകൾ. എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നവരെ മാറ്റി നിർത്തൽ അറബികളുടെ പതിവായിരുന്നു. മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകളെ മറ്റുള്ളവർക്ക് ഉപമയായി അവതരിപ്പിക്കുകയാണ് അറബികൾ ചെയ്തിരുന്നത് എന്ന് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ നേരിട്ട് കളവ് പറയുന്നില്ല, നേരെ മറിച്ച് വഞ്ചനയെ കുറിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കലിനെ കുറിക്കുന്ന ഏതെങ്കിലും ചില ഭാവങ്ങൾ, പ്രകടനങ്ങൾ അയാളുടെ വാക്കുകളിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തെ അറബികൾ നുണയന്മാർ, നുണയൻ, കദ്ദാബ് എന്ന് വിളിച്ചിരുന്നു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വഞ്ചനാത്മകമായി മനുഷ്യനെ പറ്റിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ പോലും അവർ കള്ളൻ എന്ന് വിളിച്ചിരുന്നു എന്ന് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. മരുഭൂമിയിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് മരീചിക എന്ന് പറയുന്നത്. അകലെ നിന്ന് കാണുമ്പോൾ ഒരുപക്ഷെ അവിടെ വലിയൊരു തടാകം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് വിദൂരത്ത് നിന്ന് തോന്നുമാറ് ആ മരീചികയിലേക്ക് ഓടിയെടുക്കുന്ന സന്ദർഭത്തിൽ അതിനടുത്തെത്തുമ്പോഴാണ് അവിടെ വെറും തരിശുഭൂമിയാണ് എന്ന് ഒരാൾക്ക് ബോധ്യപ്പെടുക. ദൂരെ നിന്ന് നോക്കിയാൽ വെള്ളമുണ്ട് എന്ന് തോന്നും, എന്നാൽ അടുത്തെത്തിയാൽ വെള്ളമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ മരീചികയെ മുന്നിൽ വെച്ചുകൊണ്ട് അറബികൾ പറയാറുണ്ട് ഒരു വാചകം, മരീചികയേക്കാൾ വലിയ നുണയനാണിവൻ, അക്ദബു മിനസ്സറാബ്, മരീചികയേക്കാൾ വലിയ പെരുങ്കള്ളൻ എന്ന് കള്ളം പറയുന്ന ആളുകളെ ഉപമിക്കാൻ അറബികൾ ഉപയോഗിച്ചിരുന്നു എന്ന് അറബ് ഭാഷയുമായി ബന്ധപ്പെട്ട് ചില പ്രയോഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മിന്നൽ കള്ളം പറയുന്നവരെ ഉപയോഗിക്കാൻ വേണ്ടി അറബികൾ ഉപയോഗിച്ച വാചകമാണ്. വിശുദ്ധമായ ഖുർആൻ മിന്നൽ ഉപയോഗിച്ച പദം അൽ ബർത്ത് എന്നാണ്. ഇടിമുഴക്കത്തിന് ഖുർആൻ ഉപയോഗിച്ച പദം അർ-റഅദ് എന്നാണ്. മിന്നൽ കാണുമ്പോൾ മനുഷ്യന് ഇത് മഴ പെയ്യാനുള്ളതാണ് എന്ന് തോന്നിപ്പോകും. എന്നാൽ മിന്നൽ എറിയുകയും മഴ പെയ്യാതിരിക്കുകയുമാണ് എങ്കിൽ നുണയനാണ് ഈ കാർമേഘം എന്ന് അറബികൾ പറയും. ഈ മഴമേഘം അത് യഥാർത്ഥത്തിൽ മഴമേഘമായിരുന്നില്ല, ഇവൻ നുണയനാണ് എന്ന അർത്ഥത്തിൽ അറബികൾ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അറേബ്യൻ ജാഹിലിയ്യത്ത് പോലും കള്ളം പറയുന്നതിനെ അവർ കണ്ടിരുന്നത് അങ്ങേയറ്റത്തെ മ്ലേച്ഛമായ, ഒരാളുടെ സാംസ്കാരികമായ ജീവിതത്തിന് ഒഴുക്കുത്തുണ്ടാക്കുന്ന മാരകമായ തിന്മയായിട്ടാണ് അവർ അതിനെ കണ്ടിരുന്നത്. വിശുദ്ധ ദീനുൽ ഇസ്ലാം കളവിനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതിനേക്കാൾ എത്രയോ ഉയർന്ന നിലയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ തിരുസുന്നത്തുകൾ പരിശോധിക്കുമ്പോൾ കളവ് പറയൽ എത്രമാത്രം ഗുരുതരമായ പ്രത്യാഘാതമാണ് ഒരാളിൽ ഉണ്ടാക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും.
ഇന്നമാ യഫ്തരിൽ കദിബ അല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ലാഹ് വഉലൈക ഹുമുൽ കാദിബൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകൾ, അവർ കള്ളമാണ് കെട്ടിച്ചമയ്ക്കുന്നത്, അവർ തന്നെയാണ് കള്ളന്മാർ. അല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ലാഹ്, വിശ്വാസിയാണ് എങ്കിൽ അവൻ കളവ് പറയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിന് അതിമനോഹരമായ ഒരു വിശദീകരണം, തഫ്സീർ നൽകുന്നുണ്ട്. ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഒരു വിശ്വാസിയായ മനുഷ്യൻ പിശുക്കനായി തീരുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഒരുപക്ഷെ ഒരു വിശ്വാസി പിശുക്കനായി മാറിയേക്കാം, അത് സംഭവിച്ചേക്കാം. അവ മനുഷ്യൻ വീണ്ടും റസൂലിനോട് ചോദിച്ചു, വിശ്വാസിയായ ഒരു മനുഷ്യൻ ഭീരുവായി മാറുമോ? അയാൾ പേടിത്തൊണ്ടനായി മാറുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അതും സംഭവിച്ചേക്കാം. മൂന്നാമതായി ആ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, വിശ്വാസിയായ മനുഷ്യൻ നബിയെ, അയാൾക്ക് ഒരു നുണയനായി തീരാൻ കഴിയുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തതിഉ ലിമുഅ്മിനിൻ അൻ യക്ദിബ് ലാ യകൂനുൽ മുഅ്മിനു കദ്ദാബൻ. വിശ്വാസി ഒരിക്കലും അവൻ നുണയനായി തീരുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. സഹാബിമാർ കള്ളം പറയുന്ന വിഷയത്തിൽ എന്തുമാത്രം ജാഗ്രതയായിരുന്നു അവർ കാണിച്ചിരുന്നത് എന്നതിന് നിരവധി സംഭവങ്ങളുണ്ട്. മഹാനായ ഒരു ഹദീസ് പണ്ഡിതൻ, ഒരു ഹദീസിന്റെ റാവി, നിവേദന പരമ്പരയിൽ ഒരാൾ കള്ളം പറയുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഹദീസ് സ്വീകരിക്കുന്നതിന് ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ വലിയ തടസ്സം നിൽക്കുന്നതാണ് ഒരാൾ കളവ് പറയാനെന്നുള്ളത്. ഒരു മനുഷ്യൻ, ഒരു പൂർവകാലത്ത് പണ്ഡിതൻ, മഹാനായ പണ്ഡിതൻ, ഹദീസ് വ്യാഖ്യാതാവായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ഹദീസ് സിറിയയിലുണ്ട് എന്ന് മനസ്സിലാക്കി 1 മാസത്തെ വഴിദൂരം പിന്നിട്ട് അദ്ദേഹം ഈ ഹദീസിന് വേണ്ടി യാത്ര ചെയ്യുകയാണ്. സിറിയയിൽ പോയപ്പോൾ ഈ മനുഷ്യൻ കാണുന്നത്, ഏതൊരാളുടെ കയ്യിലാണോ പ്രവാചകന്റെ ഹദീസ് ഉള്ളത് എന്ന് ഇയാൾ മനസ്സിലാക്കിയിരിക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തെ കാണുന്നത് എന്തോ പച്ചില പോലെയുള്ള ഒരു സാധനം കാണിച്ച് ആടിനെ തന്നിലേക്ക് മാടി വിളിക്കുന്ന കാഴ്ചയാണ് ഈ ഹദീസ് തേടിപ്പോയ പണ്ഡിതനായ മനുഷ്യൻ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്റെ കയ്യിലുള്ളത് പച്ചിലയായിരുന്നില്ല, മറിച്ച് ആടിനെ തന്നിലേക്ക് പ്രലോഭിപ്പിക്കുന്നതിനും ആകർഷിക്കുന്നതിനും വേണ്ടി അയാൾ പച്ചക്കളറുള്ള എന്തോ വസ്തു കാണിച്ച് ആടിനെ പ്രലോഭിപ്പിക്കുകയായിരുന്നു. ഈ മനുഷ്യൻ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുകയും ഇയാൾ പ്രവാചകന്റെ ഹദീസ് ഇയാളിൽ നിന്ന് സ്വീകരിക്കാൻ സാധ്യമേ അല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ആ പണ്ഡിതൻ തിരിച്ചു വന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു, മാ കാന ഖുലുഖുൻ അബ്ഗദ ഇലാ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ കദിബി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവിടുന്ന് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ വെറുത്തിരുന്ന ഒരു തിന്മ എന്ന് പറയുന്നത് കള്ളം പറയലിനെ ആയിരുന്നു. സഹാബാക്കളിൽ ഏറ്റവും വലിയ തിന്മ അവർ വെറുത്തിരുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് അൽ കദിബു, കളവായിരുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, വലക്കദ കാന റജുലു യുക്ദിബു ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കദിബ. പ്രവാചകന്റെ മുന്നിൽ വെച്ച് ആരെങ്കിലും കളവ് പറഞ്ഞാൽ ഫമാ യസാലു ഫീ നഫ്സിഹി അലൈഹി ഹത്താ യഅലമ അൻ ഖദ് അഹ്ദസ മിൻഹാ തൗബ. അയാളിൽ നിന്ന് കളവരാൾ പറഞ്ഞാൽ അവൻ തൗബ ചെയ്യാതെ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോവാറുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖത്ത് നോക്കി ആളുകൾക്ക് കളവ് പറയാൻ യാതൊരു മടിയുമില്ല. പിതാക്കൾ മക്കളോട്, മക്കൾ പിതാക്കളോട്, അയൽവാസികൾ തമ്മിൽ, തൊഴിലാളികൾ മുതലാളിമാരോട് കളവ് പറയാറുണ്ട്. പല സന്ദർഭങ്ങളിൽ നമുക്കും ജീവിതത്തിൽ വളരെ ലളിതമായി, വളരെ നിസ്സാരമായി നമ്മൾ ആളുകളോട് പച്ചക്കള്ളം പറയാറുണ്ട്. മഹാനായ പണ്ഡിതൻ അഹ്നഫ് ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്നാനി ലാ യജ്തമിആനി അബദ. ഒരു മനുഷ്യനിൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല. ഒരു വിശ്വാസിയിൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല. അദ്ദേഹം ആ 2 കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അൽ കദിബു വൽ മുറൂഅ.
രണ്ട് കാര്യം ഒരു വ്യക്തിയിൽ ഒരേ സന്ദർഭത്തിൽ സമഞ്ജസമായി സമ്മേളിക്കില്ല. ഒന്ന് കളവും മറ്റൊന്ന് മാന്യതയുമാണ്. മാന്യതയുള്ള മനുഷ്യൻ കളവ് പറയുകയില്ല. കളവ് പറയുന്ന മനുഷ്യൻ അവൻ മാന്യനാവുകയില്ല. നുണ പറയുന്ന ആൾക്ക് മാന്യത കാണില്ല എന്നാണ് അഹ്നഫ് ബിൻ ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നത്. പലപ്പോഴും ഇത് കളവ് ഒരു കലയായി മാറിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുമ്പോൾ എന്തുമാത്രം കള്ളങ്ങളും വിടുവായുത്തങ്ങളുമാണ് ഇന്ന് സമൂഹത്തിൽ കാലുമാറി ചവിട്ടുമ്പോൾ ആളുകൾക്ക് പറയേണ്ടി വരുന്നത് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് സമകാലികമായ പശ്ചാത്തലത്തിൽ ആളുകൾ ചുവടുമാറ്റുന്നതിനെ കുറിച്ചല്ല, മറിച്ച് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് സമൂഹത്തെ പറ്റിക്കുന്ന, അതൊരു കലയാക്കി മാറ്റുന്ന ഒരു രീതി പലപ്പോഴും വിശ്വാസി സമാജത്തിൽ പോലും നമുക്കിടയിൽ വളരെ ലളിതമായി അത് കടന്നു വരാറുണ്ട്. കളവ് പറഞ്ഞ് മനുഷ്യനെ എത്ര തന്നെ വിശ്വസിപ്പിച്ചാലും എത്ര തന്നെ കളവിനെ ന്യായീകരിച്ചാലും അത് നിലനിൽക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, അൽകദിബത്തു ലാ തഈഷു ഹത്താ തുസ്ബിഹ അജൂസ. ഒരു നുണ വാർദ്ധക്യം വരെ അത് നിലനിൽക്കുകയില്ല. അൽകദിബു കളവ്, ലാ തഈഷു ഹത്താ തുസ്ബിഹ അജൂസ, വാർദ്ധക്യം വരെ ഒരു കളവിനും ആയുസ് ഉണ്ടാവുകയില്ല എന്ന് അറബികൾ അതിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മെ കൃത്യമായി കളവുകൾക്ക് ഇരയായിട്ടുള്ളവരാരോ അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കള്ളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാലത്ത് തിരിച്ചു കാണിക്കും, അത് തുറന്നു കാണിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കള്ളങ്ങളെ കുറിച്ചും പിടികൂടുന്നതിനെ കുറിച്ചുള്ള ബോധ്യം വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല അലം യഅലം ബിഅന്നല്ലാഹ യറാ കല്ലാ ലഇൻ ലം യൻതഹി ലനസ്റഅൻ ബിന്നാസിയ. വിശുദ്ധ ഖുർആനിലെ ഒരു പ്രയോഗമാണ്. നിനക്കെന്ത് തോന്നുന്നു? അറഅയ്ത ഇൻ കദ്ദബ വതവല്ല, നിനക്കെന്ത് തോന്നുന്നു? ഈ തടയുന്നവർ, സത്യത്തെ തള്ളിപ്പറയുന്ന ആളുകൾ, പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, ഈ കള്ളം പറയുന്ന ആളുകളെ കുറിച്ച് പ്രവാചകരെ താങ്കൾക്ക് എന്ത് തോന്നുന്നു? അലം യഅലം ബിഅന്നല്ലാഹ യറാ, അല്ലാഹു ഇത് കാണുന്നുണ്ട് എന്നവൻ മനസ്സിലാക്കുന്നില്ലേ? കല്ലാ ലഇൻ ലം യൻതഹി ലനസ്റഅൻ ബിന്നാസിയ, ഒരിക്കലുമല്ല അവന്റെ ഈ കള്ളം പറച്ചിൽ നിർത്തുന്നില്ല എങ്കിൽ നാം അവന്റെ കുടുമയ്ക്ക് വലിച്ച് ഇഴപ്പടിച്ച് അവനെ നിലത്തുകൂടി വലിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്തിന്റെ പേരാണ് ഈ ആയത്ത്? ഈ ആയത്തിന് വിശദീകരിക്കുന്ന മുഫസ്സിറുകൾ ആ ആയത്തിന്റെ തഫ്സീറിന്റെ അടിയിൽ കൊടുക്കുന്നത് ഹാദിഹിൽ ആയത്തു തൗബീഖൻ വ തഖ്വീഫ, ഈ ആയത്ത് ഒരു ഭീഷണിയാണ് എന്നാണ്. കളവ് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വളരെ കൃത്യമായി അവർക്കെതിരെയുള്ള അള്ളാഹുവിന്റെ കഠിനമായ താക്കീതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട്, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നത്. എന്നിട്ട് ആ മൂർത്താവിന്റെ പ്രത്യേകതയെ കുറിച്ച് കൂടി ഖുർആൻ പറയുകയാണ്. ലനസ്റഅൻ ബിൻ നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, നിഷേധിക്കുന്നതും തനി പാപിയുമായ കള്ളം പറയുന്നവനായ ആളുടെ മൂർധാവിൽ അല്ലാഹു തആല പിടിച്ചു വലിക്കും. സമൂഹത്തിൽ നമ്മളത് പൊതുരംഗത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. കച്ചവട മേഖലകളിൽ ആളുകൾ തമ്മിലുള്ള ഇടപെടലുകളിൽ കള്ളം മാത്രം പറഞ്ഞ് സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആളുകൾ. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, അയാളുടെ മൂർധാവ്, അയാൾ ഉയർത്തിപ്പിടിക്കുന്ന ശിരസ് അത് കള്ളത്തിൻ്റെതാണ്, അത് പാപം ചെയ്യുന്ന തലയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതിന്റെ മൂർധാവ് പിടിച്ച് പുറത്തേക്ക് വലിച്ചിടുന്ന ദിവസം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫൽയദഉ നാദിയ സനദഉ സബാനിയ, നിനക്ക് വേണമെങ്കിൽ എന്റെ ഈ ശിക്ഷയെ പ്രതിരോധിക്കാം, എന്റെ മലക്കിന് മുമ്പിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന നിലയിൽ നിനക്ക് നിന്റെ ആളുകളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ അതിഗംഭീരമായി കഠിനമായി താക്കീത് ചെയ്യുന്നത് ഈ കളവിന്റെ വിഷയത്തിലാണ്. കളവ് കൊണ്ട് വാർത്തെടുത്തിട്ടുള്ള മുഖം മൂടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊളിച്ചു കളയും എന്നാണ് പടച്ചതമ്പുരാൻ ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. കളവ് പറയുന്നതിൽ നിന്ന്, അതിന് ചെവി കൊടുക്കുന്നതിൽ നിന്ന്, അതിൽ നിന്ന് മാറി നിൽക്കുവാൻ വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകളാണ് ഇത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അബുൽ അത്താഹിയ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. ചില ആളുകൾ നിന്റെ അടുക്കൽ വന്ന് കളവ് പറയും, ആരോപണങ്ങൾ ഉന്നയിക്കും. നിനക്ക് വിശ്വാസമുള്ള ആളുകളെ പങ്കുചേർക്കുന്ന വിധത്തിൽ സംശയമുണ്ടാക്കുന്ന നിലയിൽ അവർ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും.
വബിസംതിഹി വബുകാഇഹി വബിളഹ്കിഹി. ചില ആളുകൾ അവർ നാവ് കൊണ്ട് കളവ് പറയും, മറ്റു ചിലർ മൗനം പാലിച്ച് അവർ മൗനം പാലിക്കും. ചില സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളുള്ള നിലപാടുകൾ പറയേണ്ട സന്ദർഭങ്ങളിൽ അവർ കളവ് പറയുന്നത് ബിസംതിഹി, അവർ അവരുടെ മൗനം കൊണ്ടായിരിക്കും. വബുകാഇഹി വബിളഹ്കിഹി. ചില ആളുകൾ കള്ളം പറയുന്നത്, നേരത്തെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ പിതാവ് യാക്കൂബിന്റെ മുമ്പിൽ വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, വൈകുന്നേരം അവർ പോയി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, ഞങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും താങ്കൾ ഇതിൽ ഞങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു കലഞ്ഞുകൊണ്ടായിരിക്കും ചില ആളുകൾ കള്ളം പറയുക. വിശുദ്ധ ചില ആളുകൾ അബുൽ അത്താഹി അദ്ദേഹം പറയുന്നത് വബിളഹ്കിഹി, ചിലർ കള്ളം പറയുന്നത് ചിരിച്ചുകൊണ്ടായിരിക്കും. കണ്ണീര് കൊണ്ട് കളവ് പറയുന്ന ആളുകൾ, ചിരിച്ചുകൊണ്ട് കളവ് പറയുന്ന ആളുകൾ, മൗനം കൊണ്ടുകൊണ്ട് നിശബ്ദത പാലിച്ചുകൊണ്ട് കള്ളം പറയുന്ന ആളുകൾ, നാവുകൾ കൊണ്ട് പെരുങ്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ, ഇവരൊക്കെയും തങ്ങൾ പറയുന്ന കളവുകൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങളാണ് എന്ന് മനസ്സിലാക്കണം എന്നാ പണ്ഡിതൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ദീനുൽ ഇസ്ലാം നുണയെ മാത്രമല്ല, അത് നിഷിദ്ധമായ നിലയിൽ വിശുദ്ധമായ ഖുർആൻ അതിനെ എതിർക്കുന്നത്. മറിച്ച് കളവെന്ന് തോന്നുന്ന വിധത്തിൽ ആളുകൾ തള്ളുകൾ നടത്തുന്നത് വിശുദ്ധ ദീൻ വളരെ കൃത്യമായി നിഷിദ്ധമാക്കുന്നുണ്ട്. ആളുകൾക്ക് ഇന്ന് പെരുമ പറച്ചിലാണ്. തഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള പെരുമ പറച്ചിൽ, നിങ്ങൾക്കിടയിൽ ഇല്ലാത്തതിനെ ആളുകൾക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അമറനാ റസൂലുള്ളാഹി അൻ നഹ്സുവ ഫീ വുജൂഹിൽ മദ്ദാഹീന അത്റാബ്. ഒരാൾ മറ്റൊരാളെ അമിതമായി പ്രശംസിക്കുന്നുവെങ്കിൽ ആ പ്രശംസയുടെ പിന്നിൽ ഒരു വ്യാജമുണ്ട്. ഒരാൾ മറ്റുള്ളവരെ അമിതമായി പുകഴ്ത്തുന്നുവെങ്കിൽ ആ പുകഴ്ത്തലിന്റെ പിന്നിൽ ഒരു വ്യാജമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഞങ്ങളിൽ ഒരാൾ മറ്റൊരാളെ പുകഴ്ത്തുന്നത് കണ്ടാൽ അയാളുടെ മുഖത്ത് മണ്ണ് വാരി എറിയണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു എന്നാണ്. വ്യാജത്തെ തടുക്കാൻ ആ ഏറിന് അതിശക്തമായ പ്രഹരമേൽപ്പിക്കാൻ കഴിയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ബ്ലോഗുകളാണ്. സമൂഹത്തിൽ ബ്ലോഗുകൾ എറിഞ്ഞുകൊണ്ട് എന്തുമാത്രം ബ്ലോഗർമാർ നമ്മുടെ സമൂഹത്തിൽ നാശം സൃഷ്ടിക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങളെ തകർക്കുന്നുണ്ട്. തള്ളുകൾ കൊണ്ട്, അനാവശ്യമായ വ്യാജങ്ങൾ കൊണ്ട് സമൂഹത്തിലേക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്ന ബ്ലോഗർമാർ സമൂഹത്തിൽ മിന്നലുകളെ പോലെ, നേരത്തെ പറഞ്ഞ മരീചികയെ പോലെ അതിവേഗം വ്യാജങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന തിരിച്ചറിയൽ നമുക്കുണ്ടാവണം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ പിന്നീട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുമ്പിലും അവർ വന്ന് കള്ളം പറയുന്നുണ്ട്. ആ കളവ് അവർക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവർ തന്നെ പശ്ചാത്തപിച്ച് തിരിച്ചു മടങ്ങി അവർക്ക് യാഥാർത്ഥ്യം ബോധ്യമായി എന്ന് പറയുന്നിടത്താണ്. സൂറത്ത് യൂസുഫ് എന്ന് പഠിച്ചാൽ ഒരു കള്ളം പറഞ്ഞ് കള്ളങ്ങളിലൂടെ ജീവിച്ച് പെരുങ്കള്ളങ്ങളിലൂടെ വീണ്ടും പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാമയുടെ മുമ്പിൽ വന്ന് അതിനേക്കാൾ വലിയ വേഷം കെട്ടിയ ഒരു മനുഷ്യൻ ആ 11 സഹോദരന്മാരുടെ കള്ളങ്ങളെ പൊളിച്ചെടുക്കുന്ന കഥയാണ് സൂറത്ത് യൂസുഫിന് പറയാനുള്ളത്. പെരുന്നുണകൾ അത് അതിന്റെ അവസാന സന്ദർഭത്തിൽ വാർദ്ധക്യമാകാൻ കാത്തിരിക്കാതെ ആ നുണകൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴും എന്നതിന്റെ ഏറ്റവും വലിയ പാഠമാണ് സൂറത്ത് യൂസുഫിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അവർ യൂസുഫ് അലൈഹി സ്വലാമിയുടെ വന്ന് അവസാനം പറയുന്ന ഒരു വാചകം സൂറത്ത് യൂസുഫിൽ കാണാം. ഖാലൂ തല്ലാഹി ലഖദ് ആസറകല്ലാഹു അലൈന, നിവൃത്തികേടിന്റെ വർത്തമാനം. ഖാലൂ, അവർ പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവിൽ സത്യം, ലഖദ് ആസറകല്ലാഹു അലൈന, ഞങ്ങളെക്കാൾ യൂസുഫെ താങ്കളെ അല്ലാഹു തിരഞ്ഞെടുത്തല്ലോ. വ ഇൻ കുന്നാ ലഖാതിഈൻ, ഞങ്ങളായിരുന്നു തെറ്റുകാരെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്നു, ഞങ്ങൾ പശ്ചാത്തപിച്ചിരിക്കുന്നു. ഖാലൂ യാ അബാനാ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ആദ്യം അവർ കള്ളം പറഞ്ഞ യാക്കൂബിന്റെ അടുക്കലേക്ക് വീണ്ടും അവർ മടങ്ങുകയാണ്. യാ അബാനാ ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് താങ്കൾ പുറത്തു തരണം. ദുനൂബന, ഞങ്ങൾ ചെയ്ത ചെയ്തികൾ അതിമാരകമായിരുന്നു, പച്ചക്കള്ളമായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്, ഞങ്ങൾക്ക് പുറത്തു തരണം. ഇന്നാ കുന്നാ ഖാതിഈൻ, ഞങ്ങൾ തെറ്റുകാരായി തീർന്നിരിക്കുന്നു, ഞങ്ങളുടെ പാപം പൊറുക്കാൻ ഞങ്ങൾ അള്ളാഹുവിനോട് താങ്കൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പച്ചക്കള്ളങ്ങളുടെ പര്യവസാനത്തിന്റെ ക്ലൈമാക്സ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നിൽക്കുന്നത്. തള്ളുകളുടെ കാലത്ത്, നുണകളുടെ കാലത്ത് കാല് തെറ്റാതെ പിടിച്ചു നിൽക്കാൻ
സത്യസന്ധരുടെ കൂടെ അസത്യത്തെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മത്തെ മുസ്ലിമയ്ക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധന്മാരുടെ കൂടെ നിലകൊള്ളാൻ, സത്യസന്ധമായ നിലപാടുകൾ മുറുകെ പിടിക്കാൻ റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.